നിങ്ങളുടെ മാർക്കൊന്നും ജസ്റ്റ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ്. പിന്നെ നിങ്ങൾ ഡിഗ്രിയിലെത്തിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ സെൽഫ് സ്റ്റഡി എങ്ങനെയാണ് നടത്തുന്നത്, എങ്ങനെയാണ് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നത്, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ +2 ഫുൾ A+ ഒന്നുമല്ല. ഹലോ എവരിവൺ, വെൽക്കം ടു ന്യൂ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ +2ൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്യൂച്ചർ കരിയർ ഓപ്ഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ ബ്രീഫായിട്ട് ഈ ഒരു വീഡിയോയിൽ ടച്ച് ചെയ്യും. പുറമേ നമ്മളിപ്പം B.Pharm, നഴ്സിംഗ്, BPT പോലത്തെ കോഴ്സസിനെ കുറിച്ച് ഞാൻ ചെറിയൊരു ഓവർവ്യൂ ഒരു വീഡിയോയിലൂടെ തരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ഞാൻ ഫാർമസിയെ കുറിച്ചിട്ടാണ് എൻ്റെ ഒരു ചാനലിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. സോ അതിനോട് ആസ്പദമാക്കിയിട്ട് എനിക്ക് ഒരുപാട് ക്വയറീസ് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബ് കോമെൻറ്റ് സെക്ഷനിലൊക്കെ ഒരുപാട് ക്വയറീസ് വരുന്നുണ്ട്. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ മൊത്തമായിട്ടൊന്ന് ടച്ച് ചെയ്യും. ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പോൾ MBBS, ഫാർമസി, നഴ്സിംഗ് എല്ലാത്തിനെ കുറിച്ചും നമ്മൾ ബ്രീഫായിട്ടൊന്ന് ടച്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ആർക്കെങ്കിലും ഷെയർ ചെയ്താൽ നന്നായിരിക്കും, അവർക്കും ബെനിഫിഷ്യൽ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒബിയസ്ലി യു ക്യാൻ ഷെയർ ടു ദം. സോ മൈ നെയിം ഈസ് ഷമീർ മഹ്വാൻ. ഐ വർക്ക് ഇൻ എ ഫാർമ കമ്പനി. സോ ഐ കംപ്ലീറ്റഡ് മൈ M.Pharm. So that's it. That's all about me. So let's get into the topic. ഇപ്പോൾ +2ൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഫ്രം സയൻസ് ബാക്ക്ഗ്രൗണ്ട്, റൈറ്റ്? So I'm getting queries like should I go for B.Pharm or nursing or BPT? See, the thing is, if you get a good mark, like people are there like I have a good mark, എനിക്ക് 5A+ ഉണ്ട്, ഒരു Aയും 5A+ അല്ലെങ്കിൽ ഫുൾ A+ ഉണ്ട്. See, these things are, that doesn't matter in the in the future. അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്നതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എനിക്ക് ഇത്ര നല്ല മാർക്കുണ്ട്, ഞാൻ അതുകൊണ്ട് തന്നെ നല്ലൊരു കോഴ്സിലോട്ട് പോകണം. നല്ലൊരു കോഴ്സ് എന്ന് പറയുമ്പോൾ റിലേറ്റീവാണ്, നിങ്ങളുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. അതായത് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, റിലേറ്റീവ്സ് പറയുന്നുണ്ട്, എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ട് ഞാൻ എന്താണ് ഈ ഒരു കോഴ്സ് എടുത്തത്, എനിക്ക് ഫുൾ A+ കിട്ടിയിട്ട് ഞാൻ എന്താണ് B.Pharm എടുത്തത്, വൈ ഐ ഡിഡൻറ്റ് ഗോ ഫോർ MBBS ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സി, ആളുകൾക്ക് എന്തും പറയാം, നമ്മളാണ് പഠിക്കാൻ പോകുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കാം. അത് ചെയ്യാത്ത ആളുകളുടെ അടുത്ത് നിന്ന് ഉപദേശം എടുക്കാൻ തന്നെ പാടില്ല, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് 5A+ ഒരു Aയും ഉണ്ട്. അപ്പോൾ ആളുകൾ പറയുന്നത് എന്തിനാണ് ഇത്ര മാർക്ക് കിട്ടിയിട്ട് എന്തിനാണ് ഈ B.Pharmന് പോകണമെന്ന്. സി, ദേ ഡോണ്ട് നോ അബൌട്ട് B.Pharm. സി, ഇഫ് ദേ ഡോണ്ട് നോ അബൌട്ട് നഴ്സിംഗ്, ദെൻ ഹൗ ക്യാൻ ദേ ജഡ്ജ്? സി, ഇത്ര മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഏത് ഡിഗ്രി എടുത്ത് പഠിക്കുകയാണെങ്കിലും, whatever it may be, ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ നഴ്സിംഗ് അല്ലെങ്കിൽ B.Pharm അല്ലെങ്കിൽ whatever MLT, ഏതൊരു ഡിഗ്രി എടുത്ത് പഠിക്കുകയാണെങ്കിലും അത് ടഫായിരിക്കും. നിങ്ങൾ +2 ഫുൾ A+ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതെല്ലാത്തിനും അതിൻ്റേതായ ടഫ്നെസ് ഉണ്ട്. പിന്നെ MBBS എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. അതിപ്പോൾ കിട്ടിയാലും, ഞാൻ MBBSനെ താഴ്ത്തി പറയില്ല, ഒരു ഡോക്ടറായിട്ട് MBBS കഴിഞ്ഞ് ഡോക്ടറായിട്ട് ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരാനൊക്കെ ഒരുപാട് സമയമെടുക്കും. അതിൻ്റെ ഒരു റിയാലിറ്റി എങ്ങനെയാണ്? MBBS കിട്ടി, നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി, 6 വർഷം കഴിഞ്ഞ് ഡോക്ടറായി. MBBS കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്യണം, അപ്പോൾ അതായിരിക്കും ഡിമാൻഡ്. സോ അങ്ങനെ അത് it takes time to get established and all. So experience you should be there, and some kind of you should have that power to something should come from Almighty or God. That is also required for that. So it's not like you should go for MBBS if you have full A+. That is nothing. That is absolute nonsense it is. So you should have an idea, like if you want to be in a research field, then you should go for B.Pharm or something like that, because medicines are nowadays indispensable. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് മെഡിസിൻസ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ആ ഒരു ഏരിയയിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ഫോർ B.Pharm. ഇഫ് യു ഗോട്ട് ഫുൾ A+ കിട്ടിയാലും B.Pharmൽ പോകുന്നതിന് എന്താ തെറ്റ്? നഴ്സിങ്ങിന് പോകുന്നതിന് എന്താ തെറ്റ്? ഫുൾ A+ കിട്ടിയവർ കംപ്ലീറ്റ് ആയിട്ട് നീറ്റ് കോച്ചിങ്ങിന് തന്നെ പോകണം അല്ലെങ്കിൽ MBBS ആവണമെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? നാട്ടുകാരും വീട്ടുകാരും അവരല്ലല്ലോ പഠിക്കാൻ വന്നത്, നമ്മളല്ലേ. അവസാനം നമ്മൾ സപ്ലിയും നമുക്ക് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റാതെ വെക്കുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യും? അവരെന്തെങ്കിലും എക്സാം ചെയ്തോ? ഇല്ലല്ലോ. സോ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്, എനിക്ക് ഇത്ര മാർക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ MBBSന് തന്നെ പോകണം, അല്ലെങ്കിൽ നല്ലൊരു സൊസൈറ്റി ഏറ്റവും നന്നായിട്ട് കാണുന്ന ഒരു കോഴ്സിന് തന്നെ പോകണം എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ
പാടെ ഒഴിവാക്കുക. വേറെ യുവർ പാഷൻ ലൈഫ്, എന്താണ് നിങ്ങളുടെ നീഷ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനോട് താല്പര്യം, നിങ്ങൾക്ക് കെയർ ചെയ്യാൻ, പേഷ്യൻസിനെ കെയർ ചെയ്യാനാണ് താല്പര്യം, അല്ലെങ്കിൽ അങ്ങനത്തെ ഏരിയയിലോട്ടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നഴ്സിങ്ങിന് പോകണം. ദാറ്റ്സ് എ ഗുഡ് കോഴ്സ്. സ്കോപ്പ് വൈസ് ആൾസോ നിങ്ങൾക്കറിയാലോ നഴ്സിംഗ് നല്ല കോഴ്സാണ്. അപ്പം എല്ലാവരും MBBS എടുത്ത് ഡോക്ടർ ആവണം എന്നുള്ള ആ ഒരു സൊസൈറ്റിയുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റിഡിക്കുലസ് ആക്ച്വലി. പിന്നെ എഞ്ചിനീയറിംഗ് ഉണ്ട്. എഞ്ചിനീയറിംഗ് തന്നെ നല്ല നല്ല കോളേജസിൽ പോയിട്ട് പഠിക്കുകയാണ്, NIT IIT പോലത്തെ നല്ല നല്ല ടോപ്പ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ എത്ര വാല്യൂ ആണ്. നിങ്ങളെ കൊത്തിക്കൊണ്ട് പോലെ കമ്പനീസ് വന്നിട്ട് നല്ല നല്ല പാക്കേജും നല്ല ഇറ്റ്സ് വെരി ഗുഡ് ദെൻ എന്തിനാണ് ഇങ്ങനെ എനിക്കത് ആ ഒരു ഐഡിയ എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ആളുകൾ എന്തോ പറയട്ടെ, നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ പാഷൻ കിടക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. പിന്നെ ബിഫാമോ നഴ്സിങ്ങോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, നിങ്ങൾക്ക് സ്പോർട്സ് കെയർ അല്ലെങ്കിൽ ഫിസിയോ അങ്ങനത്തെ രീതിയിലോട്ടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് പോവാം, അതും നല്ല ഫീൽഡാണ്. എവറി ഫീൽഡ് ഈസ് ഡിഫിക്കൾട്ട് ആൾസോ. പഠിക്കാൻ എല്ലാതും ടഫാണ്, അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്കിപ്പോൾ ഫുൾ A+ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ സപ്ലി കിട്ടില്ല ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു ടഫ്നെസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് എല്ലാ സിലബസും ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഫുൾ A+ ആണ്, ഞാൻ എന്തോ വലിയ സംഭവമാണ്, അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഐ ആം ബീങ് ഫ്രാങ്ക്. അല്ലാണ്ട് എനിക്കിപ്പോൾ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ആളുകളെ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. ഇതിനെക്കുറിച്ചൊരു വിവരവും ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ പലതും പറയും, അതൊന്നും ചെയ്യണ്ട. നിങ്ങൾ പറയുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. അവർ ഈ ഒരു കോഴ്സ് ചെയ്തവരാണ്, അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടോ എങ്കിൽ മാത്രം അവരെ നിങ്ങൾ ലിസൺ ചെയ്താൽ മതി. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നോർമലായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ ആളൊരു ടീച്ചറാവും, എന്നിട്ട് ഇങ്ങനെ വേറെ എവിടെയെങ്കിലും ടീച്ചേഴ്സായിരിക്കും, എന്നിട്ട് അവരിതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക, അത് ചെയ്യേണ്ട. യു ഷുഡ് ലുക്ക് ഫോർവേഡ്. അതായത് ഇപ്പോൾ ചെയ്ത് ഫെയിലിയറായ ആളുകളുണ്ടാവും, ചിലപ്പം ബിഫാം ചെയ്ത് അല്ലെങ്കിൽ നഴ്സിംഗ് ചെയ്ത് ജോലി കിട്ടാത്തവരുണ്ടാവും. നിങ്ങളതിൻ്റെ പോസിറ്റീവ് സൈഡിലോട്ട് നോക്കുക. നിങ്ങളെ ഭാവി ചിലപ്പോൾ അതുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ MBBSനെ കുറ്റം പറയില്ല. സോ നിങ്ങൾ സൊസൈറ്റി ഇതിനെക്കുറിച്ച് വിവരമില്ലാത്ത ആളുകൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അതിൽ പോയിട്ട് ട്രാപ്പായി പിന്നെ എടുക്കാൻ പറ്റാത്ത കൊലത്തിലാവരുത്. യു ഷുഡ് ഹാവ് എൻ ഐഡിയ, ദെൻ യു ക്യാൻ ചൂസ് യുവർ കരിയർ വൈസ്ലി. യു ഷുഡ് നോട്ട് ലിസൺ ടു സമൺ ഹൂ ഡസൻ നോ അബൌട്ട് ദാറ്റ്. ദിസ് ഈസ് ദ ക്രക്സ് ഓഫ് ദിസ് വീഡിയോ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകണം. നിങ്ങളുടെ മാർക്കൊന്നും ജസ്റ്റ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ്. പിന്നെ നിങ്ങൾ ഡിഗ്രിയിൽ എത്തിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ സെൽഫ് സ്റ്റഡി എങ്ങനെയാണ് നടത്തുന്നത്, എങ്ങനെയാണ് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നത്, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ +2 ഫുൾ A+ ഒന്നുമല്ല. പിന്നെ എനിക്കും കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സോ ദറ്റ് ഈസ് നത്തിങ്. സോ ബി വൈസ് enough to choose what you want, where your passion lies, realize your niche and choose the career accordingly. So that's it. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ബിഫാമിനെ കുറിച്ച് മോറായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് കോഴ്സസ് ഉണ്ട്, MBA ഉണ്ട്, നല്ല നല്ല CA ഉണ്ട്, അതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഡോണ്ട് ഗോ വിത്ത് ദ സൊസൈറ്റി ആൻഡ് whatever they say, don't listen to them. If you have the interest to do that, go for it. Otherwise don't just get succumbed to their pressure and all. That's it. We'll see in another video. Thanks for watching. Bye.